ഏതെങ്കിലും കേരളത്തിലെ ഒരു ചാനൽ റോബർട്ട് വധേരയിലേക്ക് ക്യാമറ തിരിച്ചിട്ട് ഈ DLF-ന്റെ 170 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞു? ഏതെങ്കിലും ഒരു ചാനൽ ഈ പറഞ്ഞ ഗുരുഗ്രാമിലെ ഹരിയാനയിലെ DLF-മായി ചേർന്ന ഭൂമി കുംഭകോണങ്ങളെ കുറിച്ച് ഒരു വരി പറഞ്ഞു? ഏതെങ്കിലും ഒരു ചാനൽ ഡിനാസ്റ്റിയെ കുറിച്ച്, കുടുംബ വാഴ്ചയെ കുറിച്ച് പറഞ്ഞു? ഒന്നും വേണ്ടിയില്ല. അവിടെ തന്നെ ഇല്ലേ നമ്മുടെ മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം? പ്രിയങ്ക ഗാന്ധി സകുടുംബം നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി വയനാട് പോകും. പ്രിയങ്ക ഗാന്ധി അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ല എന്ന് സങ്കല്പിക്കുക. അവർ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരാളെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ പെരുമാറുക? നമ്മുടെ മാധ്യമങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ വന്ന റോബർട്ട് വധേരയെ ഓടിച്ചിട്ട് പിടിക്കും. ആ ക്യാമറകളൊക്കെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റോബർട്ട് വധേരയുടെ മുകളിലായിരിക്കും. റോബർട്ട് വധേരയെ ചേസ് ചെയ്തിട്ട് ഇവർ ചോദിക്കും, മൈക്ക് അദ്ദേഹത്തിന്റെ വായിലേക്ക് തള്ളിക്കയറ്റി ചോദിക്കും, 170 കോടി രൂപ നിങ്ങളും DLF കമ്പനിയും കൂടി ഇലക്ട്രൽ ബോണ്ടായിട്ട് BJPക്ക് കൊടുത്ത എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ഭൂമി കുംഭകോണങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചെയ്തത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തത്? നിങ്ങളൊരു കുറ്റവാളിയല്ലേ, കൊടും കുറ്റവാളിയല്ലേ, സാമ്പത്തിക കുറ്റകൃത്യം ചെയ്ത ഒരാളല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഈ പറഞ്ഞ നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി വരുന്നത്?